ഉഹുദ് യുദ്ധം കഴിഞ്ഞ് വലിയ നഷ്ടം സംഭവിച്ചു മദീനയിലേക്ക് തിരിച്ചുപോയ സ്വഹാബികളിൽ പല ആൾക്കും വല്ലാത്ത ദണ്ഡമുണ്ടായി, വേദനയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? വലാ തഹിനൂ ഫിബ്തിഗാഇൽ ഖൗം إن تكونوا تألمون فإنهم يألمون كما تألمون وترجون من الله ما لا يرجون وكان الله عليما حكيما. നിങ്ങൾ വേദനിക്കരുത്. വലാ തഹിനൂ ഫിബ്തിഗാഇൽ ഖൗം, ഒരു വിഭാഗത്തെ ആലോചിച്ച് നിങ്ങൾ വേദനിക്കരുത്, പ്രയാസപ്പെടരുത്. ഇൻ തകൂനൂ തഅലമൂൻ, നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, നിങ്ങൾ ഈ പ്രയാസപ്പെടുന്നത് പോലെ, നിങ്ങൾ ഈ വേദനിക്കുന്നത് പോലെ നിങ്ങളോട് പോരാടിയ നിങ്ങളുടെ ശത്രു വിഭാഗവും വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്കില്ലാത്തൊരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്. എന്താണത്? വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, അവർ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പലതും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാഹുവിൽ റജാ ഉണ്ട്, അല്ലാഹുവിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതവർക്കില്ല. മുഅ്മിനീങ്ങളും മുശ്രിക്കുകളും കാഫിറുകളും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടാലും, ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടാലും, കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടാലും, സമ്പാദിച്ചു വച്ച മുഴുവനും ആരെങ്കിലും തട്ടിയെടുത്തു കൊണ്ടുപോയാലും ഈ ദുനിയാവോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, എന്റെ രക്ഷിതാവ് എന്നോടൊപ്പമുണ്ട് എന്നുള്ള ചിന്ത ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാക്കുന്ന സമാധാനം ചെറുതല്ല പ്രിയപ്പെട്ടവരെ. ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാക്കുന്ന ശാന്തിയും സമാശ്വാസവും ചെറുതല്ല. ഈ വിശ്വാസമാണ് പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി നൽകിയ സമ്മാനം എന്ന് പറയുന്നത്. സൂറത്തു ആല ഇംറാനിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ അവരോട് പറഞ്ഞാൽ, ആരോട് പറഞ്ഞാൽ? വിശ്വാസികളോട് പറഞ്ഞാൽ, മുഅ്മിനീങ്ങളോട് പറഞ്ഞാൽ. എന്ത് പറഞ്ഞാൽ? ഇന്നന്നാസ ഖദ് ജമഊ ലക്കും, നിങ്ങൾക്കെതിരെ ജനങ്ങളിതാ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങളിതാ ആക്രമിക്കപ്പെടാൻ പോകുകയാണ്, നിങ്ങളിതാ ഉന്മൂലനം ചെയ്യപ്പെടാൻ പോകുകയാണെന്ന് അവരോട് പറഞ്ഞാൽ, ഫഖ്ശൗഹും, അതുകൊണ്ട് ഭയപ്പെട്ടുകൊള്ളുക, സമാധാനം ഇവിടെ തീരുകയാണെന്ന്, അവസാനിക്കുകയാണെന്ന് അവരോട് പറഞ്ഞാൽ അവരുടെ പ്രതികരണം എന്താണ്? ഫസാദഹും ഈമാനാ, അവരുടെ ഈമാനത വർദ്ധിക്കുകയാണ്. വഖാലു, എന്നിട്ട് അവർ പറയുകയാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പടച്ചോൻ മതിയായവനാണ്, എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കാൻ ഞങ്ങളുടെ റബ്ബ് മതിയായവനാണ് എന്നവർ പറയുമെന്നാണ്. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്കല്ലാതെ ആർക്കാണ് ഇത്രയും ധൈര്യം കിട്ടുക? സലാഹുദ്ദീൻ അയ്യൂബിയോട് ഒരു ചരിത്രം പറയാറുണ്ട്. കുരിശ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാത്രിയായപ്പോൾ ഈ രാത്രിയുടെ നിശബ്ദതയെ മുതലാക്കിക്കൊണ്ട് കുരിശ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന പുരോഹിതന്മാർ അവിടെ ഉണ്ടായിരുന്ന പടയാളികളെ പല കഥകളും പറഞ്ഞിട്ട്, ചരിത്രം പറഞ്ഞിട്ട് ഇങ്ങനെ ആവേശം കൊള്ളിക്കാൻ തുടങ്ങി. ആ സമയം സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല അദ്ദേഹം ചെയ്തത് ഇതുപോലെ ചരിത്രവും കഥയും പറഞ്ഞ് ആവേശം കൊള്ളിക്കുകയല്ല. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അദ്ദേഹത്തിന്റെ ഗനഗംഭീരമായ ശബ്ദം മുസ്ലിം പടയാളികളുടെ കർണപുടത്തിലേക്ക് പതിച്ചു. അവരത് ഏറ്റുപറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കടൽക്കരയിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കടലിന്റെ ആർത്തിരമ്പുന്ന തിരമാലകളുടെ ശബ്ദത്തെ ഭേദിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ ഹസ്ബുനല്ലാ എന്ന ശബ്ദം ഉയരാൻ തുടങ്ങി. ആ ശബ്ദത്തിൽ ഭയപ്പെട്ടുപോയി കുരിശ് യുദ്ധത്തിന്റെ പടയാളികൾ.